പ്രൈസ് ദി ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഒക്ടോബർ മാസം 13-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു പുതിയ വർക്കിംഗ് വീക്കിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവനം, താലന്തുകൾ, ജോലികൾ, ബിസിനസ്സുകൾ, ശുശ്രൂഷകൾ, പഠനങ്ങൾ എല്ലാം വിശ്വസ്തയോടും മാതൃകയോടും അനുഗ്രഹത്തോടും കൂടെ ചെയ്യുവാൻ കർത്താവ് ഏവരെയും ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 13 നാം ഇപ്രകാരം വായിക്കുന്നു: മരത്തിന്മേൽ തൂക്കപ്പെട്ടവനെല്ലാം ശാപഗ്രസ്തനാകുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്കു വാങ്ങി. ആവർത്തന പുസ്തകം 21-ാം അധ്യായം 23-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: മരത്തിന്മേൽ തൂക്കപ്പെടുന്നവനെല്ലാം ശാപഗ്രസ്തനാണ്, അവൻ ശപിക്കപ്പെട്ടവനാണ്, സമൂഹത്തിന് ദോഷിയാണ്, തിന്മയുടെ പ്രതീകമാണ്. അതുകൊണ്ട് ആരെങ്കിലും തിന്മ പ്രവർത്തിച്ചാൽ ഈ വ്യക്തിയെ മരത്തിൽ തൂക്കിയതുപോലെ ശിക്ഷ നൽകി സമൂഹത്തിന് മാതൃക നൽകേണ്ടതിന് എല്ലാവരും കാണുകെ ഈ നിലയിൽ ശിക്ഷ നൽകപ്പെടും എന്നുള്ളതിന്റെ പ്രതീകമാണ്. എന്നാൽ പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട് അതിനെ ജയിച്ച യേശു തമ്പുരാൻ പാപികളായ നമുക്ക് വേണ്ടി, എന്റെ പാപമോചനത്തിനു വേണ്ടി ആ ശാപം ശിരസാവഹിച്ച് ന്യായപ്രമാണത്തിന്റെ ശാപം താൻ ഏറ്റ് മരത്തിന്മേൽ തൂക്കപ്പെട്ടതിലൂടെ എന്റെ പാപത്തിന് പരിഹാരമായി മറുവില നൽകി എന്നെ വിലയ്ക്ക് വാങ്ങി. എന്താണ് എന്റെ പാപപരിഹാരത്തിനായി യേശു വില നൽകിയത്? തന്റെ 33 തിരുവയസ്സിലെ യുവത്വത്തിന്റെ അവസാനതുള്ളി ചോരയും കാൽവരി കൊലക്കളത്തിൽ ഒഴുക്കി, ഇതാ പിതാവേ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ട് ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു. അതെ, ആ യേശുവിന്റെ സ്വയ ജീവിതം തന്നെയാണ് എന്റെ പാപത്തിന് പകരമായി നൽകിയത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ പാപപരിഹാരത്തിന്, ശാപപരിഹാരത്തിന് ആരും പറയുന്ന യാതൊരുവിധ കർമ്മ ആചാര പദ്ധതികളുടെ ആവശ്യമില്ല. നമ്മളെ ഗൗരവമായി വാക്യം പഠിക്കണം. ന്യായപ്രമാണത്തിന്റെ ശാപം യേശു സ്വയം ഏറ്റതിലൂടെ എന്റെ പാപത്തിന് പരിഹാരമായി യേശു വില നൽകി എന്നെ വീണ്ടെടുത്തു, വിലയ്ക്ക് വാങ്ങി. അതിന് യേശു കൊടുത്തത് ഈ ലോകത്തിന്റെ ഒന്നുമല്ല, നമുക്കാർക്കും ഒരിക്കലും പകരം വെക്കാൻ പറ്റാത്ത വിധം തന്റെ ജീവിതം കൊടുത്ത് ശാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, പാപത്തിൽ നിന്നും
നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ പാപം മാറുവാൻ, ശാപം മാറുവാൻ എങ്ങും ഓടേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല, ഒരു തീർത്ഥയാത്രകളും നടത്തേണ്ടതില്ല, എങ്ങും പോയി മുട്ടുകുത്തി വീഴേണ്ടതില്ല, ഒരു നേർച്ച കാഴ്ചകൾ കഴിക്കേണ്ടതില്ല. ഒരിക്കലായി 2000 വർഷങ്ങൾക്ക് പുറകിൽ യേശു നമുക്ക് വേണ്ടി ഇവയെല്ലാം നൽകിയതിലൂടെ എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങി പുത്രത്വത്തിന്റെ അവകാശത്തിൽ നാം എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ശാപങ്ങളും ദോഷങ്ങളും രോഗങ്ങളും പ്രതികൂലങ്ങളും എല്ലാം യേശു ഏറ്റെടുത്ത് നമുക്ക് അവന്റെ അടിപ്പിടരാൽ സൗഖ്യം നൽകിയിരിക്കുന്നു, വിടുതലും വിമോചനവും നൽകിയിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിക്കുന്ന എന്റെ പ്രിയ ശ്രോതാവേ, എന്റെ മാന്യ സഹോദര മാതാപിതാക്കളെ, യുവജന സുഹൃത്തുക്കളെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പലവിധമായ വിഷമഘട്ടങ്ങൾ, ഭാരങ്ങൾ പല കാരണങ്ങളാൽ വല്ലാതെ ഞെരുങ്ങുന്നു. ആരോടും പറയാൻ പറ്റുന്നില്ല. എല്ലാം ഉള്ളത്തിൽ സംഗ്രഹിച്ച് നിശബ്ദയായി നടകൊള്ളുകയാണ്. ഒരുപക്ഷെ താങ്കൾ ഒരു സുവിശേഷ വേലക്കാരനായിരിക്കാം, അധ്യാപകനായിരിക്കാം, ഗവൺമെന്റ് സർവീസിലുള്ള ആളായിരിക്കാം. ഓരോ മേഖലകളിൽ നേരിടുന്ന വെല്ലുവിളികൾ, പ്രതികൂലങ്ങൾ പുറത്തു പറയാൻ പറ്റാതെ വണ്ണം ഭാരത്തിലാണോ? പ്രിയ ദൈവജനമേ, എന്റെയും നിങ്ങളുടെയും സകല ഭാരത്തെയും വേദനത്തെയും ശാപത്തെയും രോഗത്തെയും യേശു ക്രൂശിൽ വഹിച്ചതിലൂടെ ന്യായപ്രമാണത്തിന്റെ സകല ശാപവും നമ്മിൽ നിന്ന് മാറി. അതെ, ആ ശാപമെന്ന് അന്നത്തെ യഹൂദ ജനത വിരൽ ചൂണ്ടി വിളിച്ചിരുന്നത് എന്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പിന് കാരണമായി. ആ വീണ്ടെടുപ്പിലൂടെ ഇന്ന് നാം കടന്നു പോകുന്ന സകലവിധ ഭാരങ്ങൾക്കും പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കും വിഷമങ്ങൾക്കും പരിഹാരമുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ പരിഹാരകനായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഉള്ളം കൊണ്ട് വിശ്വസിച്ച് എന്റെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവകൃപയോടെ മുൻപോട്ട് പോകുക. അതിൽ പരം ഒരു വിടുതലില്ല, സൗഖ്യമില്ല, ശാപമോക്ഷമില്ല. അല്ലാതെയുള്ള ഇന്നത്തെ സകല പദ്ധതികളും മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് മാത്രമാണ്. യേശുവിൽ കൂടെ മാത്രമേ ഉള്ളൂ രക്ഷ, യേശുവിൽ കൂടെ മാത്രമേ ഉള്ളൂ വിടുതൽ, യേശുവിൽ കൂടെയാണ് എനിക്ക് നിങ്ങൾക്കും നിത്യജീവനുള്ളത്. അതുകൊണ്ട് ഇന്ന് ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ലോകത്തിന്റെ ഏത് കോണിലിരുന്ന് ഈ ദൈവജനം കേട്ടാലും ഒരു കാര്യം ഓർക്കുക, ഞാനും നിങ്ങളും പിഴ ഒടുക്കേണ്ടതിന്, ഫൈൻ കെട്ടേണ്ടതിന് 2000 വർഷങ്ങൾക്ക് പുറകിൽ ന്യായപ്രമാണത്തിന്റെ ശാപമെന്ന് ന്യായപ്രമാണം ഉൾപ്പെടെ ജനത വിളിച്ചു പറഞ്ഞ മരത്തിന്മേൽ തൂക്കപ്പെട്ടതിലൂടെ നമ്മുടെ ശാപം എന്നേക്കുമായി മാറിയെന്ന് വചനത്തിൽ എഴുതിയതുകൊണ്ട് കാര്യമാകുന്നില്ല. അത് വിശ്വസിച്ചേറ്റെടുത്ത് അനുഗ്രഹത്തോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും ഒരുക്കട്ടെ. അങ്ങനെ കർത്താവിൽ കൂടെയുള്ള നിത്യവിടുതലും നിത്യരക്ഷയും പ്രാപ്യമാക്കി സാക്ഷ്യവും മാതൃകയുമുള്ള ജീവിതം നയിപ്പാൻ ഇന്ന് പകൽ സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യട്ടെ. വാസ്തവമായി യേശുവിൽ കൂടെയുള്ള വിടുതൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്നുണ്ടോ, അതോ ഒരു നാമധേയ ക്രിസ്ത്യാനിയായി
ഞാൻ കഴിയുകയാണോ? സ്വയം ചോദിക്കുക, ഉത്തരം കണ്ടെത്തുക. പരിശുദ്ധാത്മാവ് സത്യസന്ധമായ നിലയിൽ നിങ്ങളെ വഴി നടത്തട്ടെ. ഒരു പുനഃസമർപ്പണത്തിന് ഇടയാകട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ന്യായപ്രമാണം മരത്തിന്മേൽ തൂക്കപ്പെടുന്നവൻ ശാപമായി എഴുതുമ്പോൾ, ജനമത് വിശ്വസിച്ചേറ്റെടുക്കുമ്പോൾ, അങ്ങനെയുള്ള സകല ശാപങ്ങളെയും ഒരിക്കലായി തന്റെ ശിരസിന്മേൽ ഏറ്റുകൊണ്ട് മരത്തിന്മേൽ തൂക്കപ്പെട്ടതിലൂടെ എന്റെ മേലുള്ള ശാപം എന്നേക്കുമായി മാറ്റി എന്നെ വിലയ്ക്ക് വാങ്ങി പുതിയ സൃഷ്ടിയാക്കിയതിനായി സ്തോത്രം. ആ തിരിച്ചറിവോടെ, ആ പൂർണ്ണ ബോധ്യത്തോടെ ഇന്നത്തെ ദിനത്തിലേക്ക് ഇതാ ഞങ്ങൾ പ്രവേശിക്കുന്നു. അവിടുത്തെ കൃപയും കരുതലും സാന്നിധ്യമുണ്ടായി ദൈവകൃപയോടെ ഞങ്ങളെ നടത്തി പരിപാലിക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, യേശുവിൽ കൂടെയുള്ള പരിപൂർണമായ രക്ഷയും വിടുതലും ശാപമോക്ഷവും പ്രാപിച്ച്, സകല അന്ധകാര ശക്തിയിൽ നിന്നും വിടുതൽ പ്രാപിച്ച്, ദൈവകൃപയോടെ ഇന്നിന്റെ പ്രതികൂലങ്ങളെ പ്രാർത്ഥനാപൂർവം അതിജീവിച്ച് സാക്ഷ്യവും അനുഗ്രഹവും ജയമേറിയതുമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും സർവശക്തനായ ദൈവം ഒരുക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.